പ്രൈസലോ കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട എന്നൊരു തിരുവഴുത്താണ് വായിച്ചത്. സ്തോത്രം. ഒരികൂടി വചനം വായിക്കും. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവഴുത്ത് വായിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന വലിയ നന്മകളെക്കുറിച്ച് നാം ഓർക്കണം. ഫ്രൈസിലോട് ഇവിടെ ഇസ്രായേലിൻ്റെ അലുരിയ യഥാസ്ഥാപനത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രവാചകൻ പറയുന്നത് തന്നെ. ഹല്ലേലൂയ. നാം ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി യെരൂശലേമിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിർവഹിക്കപ്പെടുന്നത് വരെ ദൈവം അടങ്ങിയിരിക്കുകയല്ലേ എന്ന് പ്രവാചകൻ ഇവിടെ പറയുക. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്ന പോലെ ദൈവം അവരിൽ സന്തോഷിക്കാൻ പോവുകയാണ്. അവരുടെ ദേശം ബെയൂല അഥവാ വിവാഹസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ടും യെരൂശലേമിന് വരുവാൻ പോകുന്ന ഭാവി മഹത്വമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളതിന് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കല്ല പോകുന്നില്ല. അതിനെക്കുറിച്ച് നാം ഒരുപാട് ദൈവവചന സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. നാം വായിക്കുന്ന ദൈവവചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പ്രൈസലോട് ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നാം മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ സത്യത്തെ നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം പാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതും ദൈവത്തോട് അടുപ്പിക്കുന്നതും. അപ്പം ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് എങ്ങനെയെങ്കിലും ഇല്ലായ്മയെ ശ്രമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് നിങ്ങൾ ഒരിക്കലും സ്വസ്ഥമായിരിക്കരുത്. ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടിരിക്കാതെ നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിന് ഉപവസിക്കുന്നവരും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരും ദൈവശബ്ദം കേൾക്കുന്നവരുമായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം രാവോ പകലോ നാം സ്വസ്ഥമായിട്ടിരിക്കാൻ പാടില്ല. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതിഭയാനകമായ അനുഭവമാണ്, ഭീകര അന്തരീക്ഷമാണ്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളാണ്. സ്തോത്രം. അതേപോലെ ഇന്ന് ഈ ദൈവവചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ യുവാക്കന്മാർ എന്ന് പറഞ്ഞ യൗവനക്കാർ, കുടുംബസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയത്, എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നത്, എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി മാറിയത്, എത്രയോ മാതാപിതാക്കൾക്കാണ് തങ്ങളുടെ മക്കളെ നഷ്ടമായത്. ഹല്ലേലൂയ. കണ്ണുനീരിൽ കുതിർന്നു കിടക്കുന്ന ജീവിതങ്ങൾക്കൊരു ആശ്വാസമേകുവാൻ കഴിയണമെങ്കിൽ പ്രിയരീശ്വരോട് അല്ലെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരായി മാറണം. കണ്ണുനീർ കുതിർന്നു കിടക്കുന്ന ജീവിതങ്ങളെ, കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നാം ദൈവസേനയ്ക്ക് മടങ്ങി വന്ന് നാം ദൈവസേന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നാം അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കകത്ത് നമുക്കൊരു വിടുതൽ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അഭാവം നമ്മളെ ദൈവത്തിന് അകറ്റിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തോടടുത്തിരിക്കും, പ്രാർത്ഥനയില്ലാത്തവൻ ലോകത്തോടടുത്തിരിക്കും. പ്രൈസലോട്. ഹല്ലേലൂയ. ഒരു ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവിക സമാധാനം പ്രാപിക്കാൻ കഴിയുന്നത്. ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ നാം ദൈവശബ്ദം കേൾക്കും, ദൈവിക സമാധാനം അനുഭവിക്കും, നമുക്ക് ദൈവകൃപ പ്രാപിക്കാൻ കഴിയും. എന്നാൽ നാം ലോകത്തോട് ചേർന്നിരുന്നാലോ, പ്രാർത്ഥനയില്ലാതെ ലോകത്തോട് ചേർന്നിരുന്നാൽ ലോകത്തിൻ്റെ സകല മലിനതകൾക്കകത്തും അകപ്പെട്ട് നമ്മുടെ ജീവിതം താറുമാറായി പോകും. അതാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് കർത്താവായ യേശുവിനോടുള്ള പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് സൃഷ്ടമായിരിക്കുന്ന ദൈവത്തിന് നാം മുഴങ്കാലും മടക്കണം.
നമ്മെ സൃഷ്ടിച്ച സൃഷ്ടമായിരിക്കുന്ന ദൈവത്തിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കണം. നമ്മെ താഴ്ത്തി കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ സ്തോത്രത്തോടെ നാം ദൈവത്തോട് പറയണം. സ്തോത്രത്തോടെ നമ്മുടെ വിഷയങ്ങൾ നാം ദൈവത്തിന് പങ്കുവെക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നാം അനുഭവിക്കുന്ന കഷ്ടനഷ്ട വേദനകളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് ആശ്വാസം പകരുന്നത്. പ്രൈസ് ഇന്ന് പകൽക്കാലം പ്രിയരെ, ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ലോകത്തിൽ എവിടെയാണ് സമാധാനം, ലോകത്തിൽ എവിടെയാണ് സന്തോഷം, ഏത് കുടുംബത്തിലാണ് സ്വസ്ഥതയുള്ളത്? സ്തോത്രം. എല്ലാ കുടുംബങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ട കാലഘട്ടമാണ്, പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ട കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും അധിവസിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകും പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. നമുക്കറിയാം, മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാവൽക്കാരുടെ ഉത്തരവാദിത്വം എന്താണ്? കാവൽക്കാരുടെ ജോലി എന്താണ്? രാവും പകലും എന്താണ്? അവരെ ഏൽപ്പിച്ച ജോലിക്കകത്ത് അവർ ആ ദൗത്യത്തിനകത്ത് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. അവരെ ഏൽപ്പിച്ച ജോലിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് കാവൽക്കാർ അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ അവരവരുടെ ദൗത്യം നിറവേറുന്നത് പോലെ, സ്തോത്രം, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ രാവും പകലും നിലവിളിക്കുന്നവരായി മാറണം. രാവും പകലും നിങ്ങൾ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഏത് കഷ്ടതയിലൂടെ നടുവിൽ കൂടി കടന്നുപോയാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ ദൈവം തന്നെ കൃപ നിങ്ങളെ മേൽ പകരുവാൻ കാരണമാകും. അല്ലെങ്കിൽ സ്തോത്രം. അപ്പം പ്രാർത്ഥനയാണോ നമ്മെ അല്ലെങ്കിൽ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്നത്? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് പോലെ തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രാർത്ഥന നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവത്തോട് ചേർത്ത് നടത്തുവാൻ കാരണമാകും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണും, നമ്മിൽ ആരും തികഞ്ഞവരല്ല നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാം കൊണ്ട് തികഞ്ഞവരെന്ന് പറയുവാൻ ഒരു മനുഷ്യർക്ക് കഴിയത്തില്ല. സ്തോത്രം. പക്ഷെ ചിലപ്പോൾ നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ നാം പരിഹസിക്കുമ്പോൾ, അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം ആ വ്യഗ്രതയിലൊക്കെ നാം മറന്നുപോകും. നാം തികഞ്ഞവര അല്ല എന്നുള്ള ചിന്ത നാം മറന്നുപോകും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ. എല്ലാവർക്കും ദൈവകൃപ ആവശ്യമാണ്. പ്രൈസലോടെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ദൈവകൃപ ആവശ്യമാണ്. ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയാൽ നാം അധംപതനത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മിൽ ആരും തികഞ്ഞവരില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മജീവിതത്തെ പണിതെടുക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ഒരിക്കലും എല്ലാം കൊണ്ടും തികഞ്ഞവനല്ല. എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. എൻ്റെ കുറവുകളെ നികത്തി എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുറവുകളെ നികത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം ദൈവിക പാദപീഠത്തിലേക്ക് വീണ്, കർത്താവേ കൃപയെൻ്റെ മേൽ പകരണമെന്ന് നാം ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ മേൽ കൃപ പകരുവാൻ കാരണമാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ നിങ്ങൾ സമർപ്പിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് കരകയറുവാൻ ഒരിക്കലും കഴിയാതെ വരും. കണ്ണുനീരിൽ കുതിർന്ന അനുഭവങ്ങൾ കൂടെ നാം യാത്ര ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന സ്തോത്രം, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, ഹല്ലേലൂയ, യഹോവയെ ഓർപ്പിക്കുന്നവരെ, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. നാം സ്വസ്ഥമായിട്ടിരിക്കരുത്. നാം വിശ്രമിക്കുവാനുള്ള സമയമല്ലിത്. ഹല്ലേലൂയ. നാം സ്വസ്ഥമായിട്ടിരിക്കുവാനുള്ള സമയമല്ല. നാം ദൈവസേനയും മുഴങ്കാലുകൾ മടക്കി ദേശത്തിന് വേണ്ടി നിലവിളിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കണം, ഹല്ലേലൂയ, വ്യക്തികൾക്ക് വേണ്ടി നിലവിളിക്കണം.
ഒരു കുടുംബത്തിൽ തന്നെ രക്ഷയിലേക്ക് വന്നവരുമുണ്ട്, രക്ഷയിലേക്ക് വരാത്തവരുമുണ്ട്. സ്വന്തം സഹോദരങ്ങൾ പലപ്പോഴും പലരും രക്ഷയുടെ അനുഭവം തിരിച്ചറിയാതെ ലോകപ്രകാരം ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ജീവിതങ്ങൾ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുമ്പോൾ എന്നെ കേൾക്കുന്നവർ, ഈ സ്നേഹിതരെ, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാതെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധി നിലവിളിക്കണം. സ്വസ്ഥമായിട്ടിരിക്കരുത്. പ്രൈസലോടല്ലേ. അപ്പം ദൈവത്തിന് വളരെ സ്വസ്ഥമായിട്ടിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. അപ്പം യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തണം വരെ സ്തോത്രം അല്ലുലിയ. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തണം വരെ അല്ലുലിയ, സ്തോത്രം അല്ലുലിയ. അതിനൊരു പ്രശംസാ വിഷയമാക്കുന്നിടം വരെ നാം കർത്താവിന് സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലേലൂയ. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. നാം എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതെല്ലാം, ദൈവത്തിൻ്റെ വചനം പറയുന്നതെല്ലാം നമ്മുടെ ജീവിത ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ആത്മീയ വർധന വരുന്നില്ല. ആത്മീയ വർധന വരണമെങ്കിൽ നാം ദൈവസന്നിധി പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്ത ജീവിതം അല്ലേലിയ, വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷകൾ അല്ലേലിയ, മനുഷ്യനെ ആശ്രയിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന പരാജയങ്ങൾ അല്ലേലിയ, നമ്മെ പാപത്തിലേക്ക് നയിക്കുവാൻ കാരണമാകും. പ്രൈസലോ. അപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാതെ, ദൈവാശ്രയമില്ലാതെ അല്ലേലൂയ, മനുഷ്യരെ നാം ആശ്രയിക്കും, എന്ത് ചെയ്യും? സ്തോത്രം. പ്രൈസലോ. നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് പോകും. അശുദ്ധമായ ജീവിതത്തിലേക്ക് നാം കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതെത്രയോ പേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം കുറച്ച് മാത്രമാണ്. അല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന്, ദൈവത്തോട് ചേർന്നിരുന്ന്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ അകത്ത് നിന്ന് അല്ലേലൂയ, ആ ദൈവിക രക്ഷ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ ലോക ജീവിതത്തെ നാം മാറ്റിവെച്ച് സ്വർഗീയ അനുഭവത്തിൽ യാത്ര ചെയ്യുന്നവരായിരിക്കണം. രക്തം ചെയ്യാം. അല്ലേലൂയ. പ്രിയരെ, ഓരോ ദിവസവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിലെ കേൾക്കുന്നത്, ഓരോ ദിവസവും ഹൃദയത്തിന് വേദനയുണ്ടാകുന്ന സംഭവങ്ങളിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നാം ദൈവസന്നിധി സ്വസ്ഥമായിട്ടിരിക്കരുത്. നമ്മുടെ ദേശത്തിന് സ്വസ്ഥത ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന് സ്വസ്ഥത ആവശ്യമാണ്. നാം പാർക്കുന്ന നമ്മുടെ രാജ്യത്തിന്, ലോകരാജ്യങ്ങൾ സ്വസ്ഥത ആവശ്യമാണ്. പ്രിയരി, നമ്മുടെ കുടുംബത്തെ ആയാലും, നമ്മുടെ ദേശത്തെ ആയാലും, നമ്മുടെ പട്ടണത്തെ ആയാലും ഒരു പ്രശംസാ വിഷയമാക്കുവോളം വലിയ നമ്മുടെ ദേശം കർത്താവിനെ അറിയുന്നിടം വരെ, നമ്മുടെ കുടുംബം കർത്താവിനെ അറിയുന്നിടം വരെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സന്തത സഹചാരികളെല്ലാം കർത്താവിനെ അറിഞ്ഞ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നിടം വരെയും, ആ ദൈവമക്കളെന്ന പദവിയിൽ എത്തുന്നിടം വരെയും സ്തോത്രം അല്ലേലൂയ, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാർ. അല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളാണ് ദേശത്തിൻ്റെ കാവൽക്കാരൻ. അല്ലേലൂയ. അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാതെ, ഉറങ്ങിപ്പോകാതെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം പാപത്തിൽ ജീവിച്ചാൽ, അല്ലെങ്കിൽ പാപ സ്വഭാവത്തിൽ ജീവിച്ചാൽ, ദൈവാശ്രയമില്ലാതെ മനുഷ്യരിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിലേക്കായി പോകും. അല്ലേലൂയ. അറിയാം, പലർക്കും ഇന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിക്കുന്നത് ഭയങ്കര മടിയാണ്. അല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച്, ആ മനുഷ്യൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ആ മനുഷ്യനത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് സ്തോത്രം ആ മനുഷ്യൻ അനുതാപത്തോട് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത്. അല്ല, മനുഷ്യൻ്റെ കയ്യിലെ പണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാം ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മാനം മാത്രം അന്വേഷിച്ചുകൊണ്ട് നാം ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ, അല്ലേലൂയ, അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത വിധം ശുശ്രൂഷ ചെയ്യുന്നവനും അശുദ്ധമായ ജീവിതത്തിലേക്ക് പോകും. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയാം. അല്ലേലൂയ. ദൈവാശ്രയമില്ലാതെ, ദൈവമായിട്ട് ബന്ധമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, മനുഷ്യനിൽ ആശ്രയിച്ച് മനുഷ്യൻ തരുന്ന പണങ്ങൾ മാത്രം നാം ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തെറ്റിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ലെന്ന്. ഒരു മനുഷ്യൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ നാം ഒരുങ്ങുമ്പോഴായിരിക്കും മനുഷ്യനിൽ ആശ്രയിച്ചതിൻ്റെ ഫലം നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് തടസ്സം വരും. അങ്ങനെ ഈ സഭ അശുദ്ധമായി മാറും. അല്ലേലൂയ. കുടുംബങ്ങൾ അശുദ്ധമായി മാറും. ജീവിതം അശുദ്ധമായി മാറും. അല്ലേലൂയ. ഇന്ന് പകലെനിക്ക് കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവസന്നിധിക്ക് മടങ്ങി വരണം.
കാലം അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടമാണ്. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ദൈവത്തെ ഭയപ്പെടണം. നാം ദൈവത്തെ ഭയപ്പെടണം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ലോകത്തെ നാം മാറ്റി നിർത്തണം. ഹല്ലേലൂയ. ലോകത്തെ മാറ്റി നിർത്തുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ ചേർത്ത് പിടിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ ചേർത്ത് പിടിക്കണം. ഈ ലോകസുഖങ്ങളെ നാം ഒഴിവാക്കണം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ജടിക സുഖങ്ങൾക്കകത്ത് ജീവിച്ച് നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അകറ്റി നിർത്താൻ പാടില്ല. ലോകത്തോട് നാം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും, പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അകറ്റി നിർത്തരുത്. ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥമായ ശുശ്രൂഷ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെ, നാമുമായിട്ട് സംസാരിക്കുന്നവരെ, നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കുറവുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ പറയുവാൻ സന്മനസ്സുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അല്ല പറഞ്ഞാൽ എന്ത് പറ്റും, പറഞ്ഞാൽ പുള്ളി എന്ത് പറയും, പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തോന്നുമോ എന്നൊക്കെ ഓർത്ത് നാം ഭാരപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും തെറ്റിൽ നിന്ന് തിരുത്തുവാൻ കഴിയത്തില്ല. തെറ്റിനെ കാണിച്ചു തരുമ്പോൾ നമ്മൾ പറയുന്നവരായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോഴാണ് പ്രിയരെ സ്തോത്രം ദൈവസഭ, ദൈവരാജ്യം, ദൈവനാമമൊക്കെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. സഭയെല്ലാം ഒരുവിധം മന്ദീഭവിച്ച അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. സഭയെല്ലാം ഒരു മന്ദീഭവിച്ച അനുഭവത്തിലൂടെ ഒരു വല്ലാത്ത അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. സഭയ്ക്കകത്തും ഒരു ഇരുൾ പ്രവേശിച്ചിരിക്കുന്നു. ഇരുളിൻ്റെ ആധിപത്യങ്ങൾ, ഇരുളിൻ്റെ അവകാശങ്ങൾ, ഇരുളിൻ്റെ ശക്തി സഭയ്ക്കകത്തും നിറഞ്ഞതുകൊണ്ട് സഭ ഒരു മന്ദീഭവിച്ച അനുഭവത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പ്രൈസ് ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് മന്ദീഭവിച്ച അനുഭവം വരാൻ കാരണം എന്താണ്? പ്രാർത്ഥനയുടെ കുറവ്, ദൈവവചന ശുശ്രൂഷയുടെ കുറവ്, വിശുദ്ധിയുടെ കുറവ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ നാം 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ സ്വാഭാവികമായും മനുഷ്യൻ തലചുറ്റലും കറക്കമൊക്കെ ഉണ്ടാകുന്നത്, മനുഷ്യൻ കുഴഞ്ഞു പോകുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് ആത്മീയ ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ, ആത്മീയ ശുശ്രൂഷ നടക്കുന്നില്ലെങ്കിൽ സഭയ്ക്കകത്ത് കടന്നു വരുന്നവർക്കല്ലൊരു അവർ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വയറിൻ്റെ വിശപ്പിന് ആഹാരം കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ വയറിൻ്റെ വിശപ്പിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ നാം ഒരുപക്ഷെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. എന്തോ പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് എന്താണ് വേണ്ടത്? പ്രാർത്ഥനയുണ്ടായിരിക്കണം, ദൈവവചന ശുശ്രൂഷ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സഭകൾ, ആത്മീയ ഭക്ഷണം വിളമ്പുന്ന സഭകളാണ് ഹല്ലേലൂയ തൃപ്തരായി മാറുന്നത്. അത് സഭ മാത്രമല്ല, കുടുംബത്തിലായാലും പ്രാർത്ഥന ജീവിതം കുടുംബത്തിലുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയും ആരാധനയും സ്തുതികളും സ്തോത്രങ്ങളും വചനധ്യാനവും കൊണ്ട് നിറയപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന ആത്മീയ ഭക്ഷണത്തെ നാം കൊടുക്കുമ്പോഴാണ് നമുക്ക് ജീവിതം സമൃദ്ധിയിൽ, സന്തോഷത്തിൽ, സ്നേഹത്തിലൊക്കെ നിലനിർത്താൻ കഴിയുള്ളൂ. അവിടെ നാം പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. അതായത് നമുക്കിപ്പോൾ ആത്മീയ ഭക്ഷണം ഒന്നും വേണ്ടെന്ന് ആർക്കും ആത്മീയ ഭക്ഷണം വേണ്ട. ഈ ലോകപ്രകാരമുള്ള ജീവിതം മതി. പ്രൈസ്. ഒരു ലോകം കടന്നു പോകുന്ന നരക തുല്യമായ സാഹചര്യത്തിലാണ്. ഒരു മനുഷ്യനും ദൈവത്തെ ഭയമില്ല. ഞാൻ പറഞ്ഞു, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 2020-21 കണക്കെടുത്താൽ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയത്, എത്രയോ കുടുംബ ജീവിതങ്ങളാണ് തകർന്നു പോയത്. സ്തോത്രം. എത്രയോ കുഞ്ഞുങ്ങളാണ് അനാഥത്തിലേക്ക് പോയത്, എത്രയോ കുഞ്ഞുങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്, എത്രയോ മാതാപിതാക്കളാണ് കണ്ണുനീരൊഴുക്കുന്നത്. അതുകൊണ്ട് ഇത് പകൽ പ്രിയരി തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസിലോ. ഈ ലോകത്തിലെ പണത്തിന് വേണ്ടി, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം ഓടണ്ട. പ്രൈസിലോ. എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ അനവധി കുടുംബങ്ങൾ തകർന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൺമുമ്പിൽ അനവധി കുടുംബങ്ങൾ തകർന്നു കിടപ്പുണ്ട്, കണ്ണുനീരിൽ കുതിർന്നു കിടക്കുന്നുണ്ട്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആരുടെ ആശ്വാസം വാക്കു പറയും, ആരൊരു സന്തോഷത്തിൻ്റെ വാക്കു പറയും, ആരൊരു സമാധാനത്തിൻ്റെ വാക്കു പറയുമെന്ന് ഓർത്ത് കണ്ണുനീരിൽ കുതിർന്ന് കിടക്കുന്ന അനവധി കുടുംബങ്ങൾ ഉണ്ട് നമ്മുടെ ചുറ്റിനും. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവരെ ഓർത്ത് നാം ദൈവത്തിന് നിലവിളിക്കണം. ആ കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി, ആ കുടുംബങ്ങൾക്ക് ഒരു പ്രശംസാ വിഷയമായി മാറുന്നിടം വരെ നാം സ്വസ്ഥമായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സഹോദരന്മാർ എത്രയോ പേര് നാശത്തിലൂടെ കടന്നു പോകുന്നുണ്ട്.
എത്രയോ പേർ നാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും വൻസ ലഹരി പദാർത്ഥങ്ങളും ഇവിടുത്തെ ജഡിക ജീവിതം ചൂതാട്ടങ്ങൾക്കും അധാർമ്മികരും അശുദ്ധിയിലും ജീവിതം നയിച്ച് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ദേശത്തുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം, അവർക്ക് വേണ്ടി നിലവിളിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതം പ്രാർത്ഥനയായിട്ട് മാറട്ടെ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ, രാവോ പകലോ നാം സ്വസ്ഥമായിട്ടിരിക്കരുത്. നാം ദൈവത്തിനെ നിലവിളിക്കണം, അല്ലെങ്കിൽ ദൈവത്തിനെ കരയണം, ദൈവത്തിനെ പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്തെ മന്ദിഭവിച്ച അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, സഭയ്ക്കകത്തെ മന്ദിഭവിച്ച അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, ദേശത്ത് മന്ദിഭവിച്ച് നിൽക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പിശാചിരുളുകൊണ്ട് തന്ന് മനുഷ്യനെ തകർക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയുടെ അഭാവം അല്ലെങ്കിൽ സുവിശേഷം അറിയാത്ത ആത്മാക്കളെക്കുറിച്ച് ആത്മഭാരമില്ലാത്തവരായി മാറും. പ്രൈസലോടല്ലേ രക്തം ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമായി ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞാൽ, ഇന്നുവരെ ഈ സുവിശേഷം കേൾക്കാത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവരെക്കുറിച്ചുള്ള ആത്മഭാരം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആത്മഭാരമുള്ളത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് സഹോദരനെ കുറിച്ച് ചിന്തയുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെക്കുറിച്ച് ഭാരമുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് കരയുവാൻ കഴിയുള്ളൂ, നിലവിളിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ രക്ഷയ്ക്ക് കാരണമായി മാറും. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ദേശത്തിനൊരു വിടുതലായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് വിടുതലായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സഭയ്ക്കൊരു വിടുതലായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടണം. പ്രൈസലോട് അല്ലെങ്കിൽ അപ്പം പ്രാർത്ഥനയുടെ അഭാവം അല്ലെങ്കിൽ സ്തോത്രം നമ്മെ ദർശനത്തിൽ നിന്ന് മാറ്റിക്കളയും. അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. ദൈവിക ദർശനം നഷ്ടപ്പെടും, ദൈവിക വെളിപ്പാടുകൾ നഷ്ടപ്പെടും, ദൈവസ്നേഹത്തിൽ നാം മാറിപ്പോകും. അല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ഒരു കൂട്ടായ്മയുണ്ടാകത്തില്ല. പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പം ചിലരൊക്കെ ചോദിക്കും, ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്, ഇതൊന്നും ആരും പറയരുത്. പക്ഷെ നിങ്ങളുടെ പര്യവസാനം കണ്ണുനീരിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിലെ നിത്യതയിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ ലോകസുഖങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളെ നാം ഉപേക്ഷിക്കണം. ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നിങ്ങൾ തന്നിരിക്കുന്ന വിലപ്പെട്ട ആത്മാവിനെ നിങ്ങൾ ലോകത്തിന് സുഖങ്ങൾ അന്വേഷിച്ചലുയ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. പ്രൈസലോടലുയ. ഇതൊക്കെ പറയുമ്പോൾ പ്രൈസലോടലുയ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാനൊക്കെ ഒരുപാട് അനുഭവത്തിലൂടെ കടന്നു വന്നയാളാണ്. അല്ലുയ. അതുകൊണ്ടൊരു ജീവിതം തകർന്നു പോയ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ജീവിതം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത സാഹചര്യം എനിക്കറിയാം. ജീവിതം ഇനി വേണ്ടെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷേ അവിടെല്ലാം എന്നെ തേടി വന്നൊരു ദൈവസ്നേഹമുണ്ട്, എന്നെ അന്വേഷിച്ച് വന്നൊരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് അല്ലേലൂയ ഞാൻ പ്രാർത്ഥന എന്തെന്ന് മനസ്സിലാക്കിയത്, പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് മനസ്സിലാക്കിയത്. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ സമാധാനം എന്തെന്ന് മനസ്സിലായത് ജീവിതം ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ, നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദർശനമുള്ളവരായി മാറണം. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നല്ല വെളിപ്പാടുള്ളവരായി മാറണം. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മഭാരം ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ആത്മഭാരം. ഹല്ലേലൂയ. നമുക്കൊരുപാട് ഭാരമുണ്ട്. ഹല്ലേലൂയ. ജീവിതഭാരമുണ്ട്, നമുക്ക് പണഭാരമുണ്ട്, നമുക്ക് നാളെക്കുറിച്ച് ഒരുപാട് ഭാരമുണ്ട് നമുക്ക്. അങ്ങനെ മനുഷ്യർ ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ഭാരമല്ല വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്ന, ബൈബിൾ പറയുന്ന ആത്മഭാരമാണ്. ആത്മഭാരം പ്രാർത്ഥിക്കുന്നവനാണ് ദൈവം തന്നിരിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വീഴുന്നത്, നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മല്ലിടുകയും നാം ദൈവത്തിന് മധ്യസ്ഥ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ക്ലേശങ്ങളെ മാറ്റി, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റി, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണനിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ
ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെയും ആകുമെന്ന് പ്രവാചകൻ പറയുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധന്മാർ ശക്തമായിട്ട് രാവിലെ ചിലരുടെ പറയുകയാണ്, നീ പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നാൽ, ആരാധന ജീവിതത്തിലേക്ക് വന്നാൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൻ്റെ വരണ്ട അനുഭവത്തെ ദൈവം മാറ്റിത്തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർച്ച ദൈവം മാറ്റിത്തരുമെന്ന്, കണ്ണുനീരിൻ്റെ ദൈവം മാറ്റി തരുമെന്ന് എന്ന് പറഞ്ഞ് സ്തോത്രം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും അവൻ നടത്തും. വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ അസ്ഥികളെ അവൻ ബലപ്പെടുത്തുമെന്ന്. സ്തോത്രം. നീ നനവുള്ള തോട്ടം പോലെയായി മാറും. സ്തോത്രം. വെള്ളം പറ്റിപ്പോകാത്ത നീരുറ പോലെയാകുമെന്ന്. സ്തോത്രം. അതിനെ പറ്റി ദൈവം നൽകുന്ന അനുഗ്രഹം. ഈ അനുഗ്രഹമല്ലേ നമുക്ക് വേണ്ടത്. ലോകം തരുന്ന അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത്, ദൈവം തരുന്ന അനുഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിതരെ, യേശു കർത്താവ് നമുക്ക് നൽകുന്ന ദൈവിക അനുഗ്രഹത്തെ നാം പ്രാപിക്കണം. മക്കളെ, എത്രയോ കണ്ണതിൻ്റെ അനുഭവത്തിനുള്ള രാജ്യം കടന്നു പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് പ്രാർത്ഥനയിൽ നമുക്കുള്ള അപര്യാപ്തത. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്കുള്ള അപര്യാപ്തതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്ന് നോക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്? അവിടെ എപ്പോഴും പ്രതിസന്ധികൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കകത്ത് അകപ്പെട്ട് നിത്യ മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ അപര്യാപ്തത കുടുംബത്തിൽ നിന്ന് നീക്കിക്കളയണം. ജീവിതത്തിൽ നീക്കിക്കളഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ദൈവം നിങ്ങളെ ദേശത്തിൻ്റെ കാവൽക്കാരായി, ഹല്ലേലൂയ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ദേശത്തിൻ്റെ കാവൽക്കാരായി ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരട്ടെ. ആത്മഭാരത്തോടു കൂടി നാം ദൈവത്തിന് നിൽക്കണം. നിൽക്കാൻ കഴിയണം. എന്താണ് പ്രാർത്ഥന കുറഞ്ഞപ്പോൾ ദേശം മുഴുവൻ വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങി. ഹല്ലേലൂയ. ദേശം നമ്മൾ പറഞ്ഞു, അയ്യോ അവിടെ കടുവ ഇറങ്ങി, അവിടെ പുലി ഇറങ്ങി, അവിടെ സിംഹം ഇറങ്ങി, എല്ലാം നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാം പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രീതി ഈ മൃഗങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇറങ്ങി വ്യാപരിക്കുന്നത്? കാട്ടിക്കിടക്കേണ്ട കാട്ടുമൃഗങ്ങളൊക്കെ ഭൂമിയിൽ വന്ന് നാശം സൃഷ്ടിക്കുവാൻ, ജലപ്പാർപ്പുള്ള സ്ഥലത്ത് വന്ന് നാശം വിതയ്ക്കാനുള്ള കാരണം എന്താണ്? ഭൂമിയിൽ മൃഗം ഇറങ്ങുമെന്നും ജനവാസമുള്ള മേഖലയിൽ മൃഗം ഇറങ്ങി കാട്ടുമൃഗങ്ങൾ ഇറങ്ങി സകലതും നശിപ്പിക്കുന്ന വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം വായിച്ചത് മനസ്സിലാകും. ഞാൻ ആ ഭാഗം നിങ്ങളെ ഓർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ 26-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും, അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കുമെന്ന്. അപ്പം കാട്ടുമൃഗങ്ങളെ അയക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അവിടെ പുലി ഇറങ്ങി, ഇവിടെ കടുവ ഇറങ്ങി, അവിടെ ആന ഇറങ്ങി, അവിടെ സിംഹം ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്താണ് അതിന് കാരണം? ഹല്ലേലൂയ. ലേവ്യ പുസ്തകം സ്തോത്രം. ഹല്ലേലൂയ. 26-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കും. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളെ മേൽ അയക്കുമെന്ന്. അപ്പം ദൈവത്തിന് വിരോധമായി നടന്ന്, ദൈവവാക്കിന് വിരോധമായി നടന്ന് ദൈവത്തെ അനുസരിക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ അയക്കുമെന്ന്. അത് എന്തുകൊണ്ടാണ് ഈ ബാധയൊക്കെ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ മഹാമാരി, നിപ്പ വൈറസ് എന്ന് വേണ്ട മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ബാധകൾ പെരുകുന്നത്? എന്തുകൊണ്ടാണ് ഈ ബാധകളൊക്കെ വരുന്നത്? ദൈവത്തിന് വിരോധമായി മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപം മനുഷ്യന് വരും. ഹല്ലേലൂയ. അപ്പം ബാധ ദൈവം നമ്മുടെ മേൽ അയക്കുന്നത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കുമെന്ന്. ആ ഭാഗമൊക്കെ ശരിക്കും നമ്മൾ വായിക്കണം. ആ ഭാവമൊക്കെ ശരിക്കും വായിച്ചിട്ട് നാം ദൈവസേന വീട് കിടക്കണം, ദൈവസേന നിലവിളിക്കണം. ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഓടിപ്പോകാൻ, പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോകാനല്ലേ ചെയ്യേണ്ടത്? കാട്ടുമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അതോർത്ത് നമ്മൾ അയ്യം വിളിച്ച് ഓടിക്കുകയില്ല. എന്തുകൊണ്ട് ഇത് വന്നു? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ജനതാമസമുള്ള ജനവാസമുള്ള മേഖലയിൽ എന്തുകൊണ്ട് ഇത് ഇറങ്ങി എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യൻ്റെ പാപം പെരുകുമ്പോൾ, മനുഷ്യൻ്റെ അകൃത്യങ്ങൾ വരുമ്പോൾ, ദൈവത്തിന് അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം ദൈവം ചലിപ്പിക്കും. അവിടെ എനിക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. പാപം കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ. ദൈവം നമ്മെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി മാറ്റിവെച്ചിരിക്കും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരും.
പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈവിക തേജസ് വെളിപ്പെടും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകം തല്ലുടിയ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുവാൻ കാരണമാകും. ഇവിടെ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണും, ശലോമോൻ ദൈവത്തിന് ആലയമൊക്കെ പണിതിന് ശേഷമായി ആലയത്തിൽ പ്രാർത്ഥന കഴിച്ചപ്പോൾ അല്ലെങ്കിൽ യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് 2 നിവർത്താന്ത പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നത്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ സ്തോത്രം ആശ്ചര്യമായ ദേവാലയമാണെങ്കിൽ പുതിയ നിയമത്തിൽ നാമാണ് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം നമ്മളാണ്. അത് അല്ലെങ്കിൽ അപ്പം നാം പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന മന്ദിരത്തിൽ ഇറങ്ങും. ദൈവത്തിൻ്റെ തേജസ് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ആ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നമ്മൾ വായിച്ച വചനം? അല്ലേ, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകൽ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാവിഷമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. ഹല്ലേലൂയ. അപ്പം മൗനമായിരിക്കരുത്, നാം പ്രാർത്ഥിക്കണം, യഹോവയെ ഓർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ യുവാക്കന്മാർ കുടുംബജീവിതം നയിക്കുന്നവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കുതിർന്ന് കിടക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി മാറിയത്, എത്രയോ മാതാപിതാക്കളാണ് വേദനയിലൂടെ കടന്നു പോകുന്നത്, എത്രയോ കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കൾ ഒളിച്ചോടിയതിൻ്റെ പേരിൽ ഇന്ന് ആമിലെ പരിഹാസത്തിന് പാത്രമായിരിക്കുന്നത്. സ്വന്തം മാതാവും പിതാവും വിട്ടെറിഞ്ഞു പോയ കുഞ്ഞുങ്ങളുടെ ജീവിതം നിങ്ങൾ തിരികെ ചിന്തിക്കണം. നിങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖം തേടി അന്വേഷിച്ച് ഓടിപ്പോയി, ലോകത്തിൻ്റെ സുഖം തേടി അന്വേഷിച്ച് പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ രക്തത്തിൽ നിങ്ങളിൽ പിറന്ന കുട്ടികളുടെ അനാഥത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. പ്രിയരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവോളം, കുടുംബങ്ങൾ ഒരു പ്രശംസാ വിഷയമായി തീരുവോളം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരാം. നമ്മുടെ കേരളത്തിലെ 30-ലധികം കുടുംബ കോടതികൾക്കകത്തും പരിശോധിച്ച 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നത്. ഇതിൽ നല്ലൊരു പങ്കും ക്രൈസ്തവരുടേതാണ്. ഹല്ലേലൂയ, പ്രൈസ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട്, ദൈവവുമായി ബന്ധമില്ലാത്തതുകൊണ്ട്, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കുടുംബങ്ങൾ തകർന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ല? ഹല്ലേലൂയ. ഫേസ്ബുക്കിലുള്ള ബന്ധം വളർന്നു, ഒടുവിൽ വിവാഹത്തിനെത്തി. സംഭവം അന്വേഷിച്ചപ്പം കുട്ടികൾ, 2 കുട്ടികൾ, അമ്മ പ്രശ്നം വിഷയമായി. അവസാനം എന്ത് ചെയ്തു? ദൈവാലയത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് കണ്ണിൽ ആസിഡ് ഒഴിച്ചു. ദൈവാലയം എന്നത് പോലും ചിന്തിക്കാതെ ഇത്രമാത്രം ക്രൂരത പ്രവർത്തിക്കാൻ മനുഷ്യനൊരുങ്ങി കഴിഞ്ഞു. ആരുടെ ദൈവാലയമാകട്ടെ, ഇനി ക്രൈസ്തവ മതത്തിൻ്റെ ദൈവാലയമാകട്ടെ, ഒരു അമ്പലമാകട്ടെ, ഒരു മോസ്കാകട്ടെ, അതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് ക്രൂരത പ്രവർത്തിക്കുക. അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെയുള്ള ക്രൂരത പ്രവർത്തിക്കുവാൻ മാത്രം, അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യൻ പാപിയായി മാറി. രോഗസുഖം അന്വേഷിച്ചു പോയതാ. ദൈവാലയങ്ങളിലെ ആരുടെയും ദൈവാലയമാകട്ടെ, ആയത് ദൈവാലയമാകട്ടെ, അവിടെയല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നടക്കേണ്ടത്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? മനുഷ്യൻ ദൈവത്തിന് അകന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽ പ്രിയരെ അങ്ങനെയുള്ളവരോട് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ എത്രയോ പേരാണ് ആസിഡ് ഒഴിച്ചത് പരസ്പരം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, കമിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആസിഡ് ഒഴിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം ഹീനമായി പ്രവർത്തി നടക്കുന്നത്. എത്ര സഹോദരിമാരാണ് സ്വന്തം കൈക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് മറ്റു പുരുഷന്മാരോട് ഇറങ്ങി ഓടിപ്പോയത്. എത്ര പുരുഷന്മാരാണ് സ്വന്തം ഭാര്യമക്കളെ ഉപേക്ഷിച്ച് ഇറങ്ങി ഓടിപ്പോയത്. എത്ര മക്കളാണ് സ്വന്തം അപ്പനെ അമ്മ ഇട്ടിച്ച് ഓടിപ്പോയത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളം യഥാസ്ഥാനപ്പെടുവാൻ, നമ്മുടെ രാജ്യം യഥാസ്ഥാനപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം വരാൻ വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കണ്ണുനീരിൻ്റെ അനുഭവത്തോടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഒരിക്കൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് സകല ജനം മടങ്ങി വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥന നഷ്ടപ്പെട്ടതും പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടതും ദൈവത്തോട് അടുത്തുള്ള വാസം നഷ്ടപ്പെട്ടതും ദൈവത്തോട് ചേർന്നുള്ള ജീവിതമൊക്കെ നഷ്ടപ്പെട്ടതും മനുഷ്യനെ കർത്താവേ ഇരുളിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി. ഈ ലോകത്തിന് ശത്രു, ഈ ലോകത്തിൻ്റെ പ്രഭു പിശാച്
മനുഷ്യ ജീവിതത്തിനകത്ത് പ്രവേശിച്ച് ലോകമോഹങ്ങൾ കൊടുത്ത് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ കാലഘട്ടത്തിൽ എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കുതിർന്ന് കിടക്കുന്നത്. കർത്താവ്, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചവർ വിവാഹാനന്തരം അവർക്ക് കുട്ടികളായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇന്നത്തെ ഫേസ്ബുക്കും വാട്സപ്പും കർത്താവ് മെസ്സഞ്ചർ ട്വിറ്ററും ഒക്കെ വിവിധമായ മാധ്യമങ്ങൾ കണ്ടുമുട്ടുന്ന പരിചയങ്ങൾ, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഭാര്യമാർ, സ്വന്തം ഭർത്താവിനെയും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഭർത്താക്കന്മാർ, ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വം, ആ കുഞ്ഞുങ്ങളെ കാണുന്നു, പിന്നെ അവരെ സംരക്ഷിക്കുവാൻ പോറ്റുവാൻ ആരുമില്ലാതെ അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് വരുന്ന നിരാശയുടെ അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കർത്താവ് അപമാനഭാരം അല്ലെങ്കിൽ മാറുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ കണ്ണുനീരിലൂടെ കടവും മനോവേദന, ഹൃദയവേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങളെ കർത്താവ് പ്രായമായ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളെയാണ് സർക്കാർ ഈ നാളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. കർത്താവ്, ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഈ ലോകം തിരിച്ചറിയിട്ട് പ്രാർത്ഥനയില്ലാത്ത ജീവിതം, ദൈവമായി ബന്ധമില്ലാത്ത ജീവിതമെല്ലാം തകർച്ചയിലാണ്. അത് പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് ജീവിതം എന്നേക്കും നരകത്തിലാകും, നരകയാതനയ്ക്ക് തുല്യമാകുമെന്ന് മനസ്സിലാക്കി കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ, കുടുംബങ്ങൾക്കകത്ത് സമാധാന സ്വസ്ഥതയുണ്ടാകും, പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകുവാൻ ഞങ്ങൾ സകല കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേരളത്തിൽ കർത്താവ് 9ഓളം കുടുംബ കോടതികളതിനകത്ത് കെട്ടിക്കിടക്കുന്ന 10,000-കണക്കിന് കേസുകൾ കർത്താവിതെല്ലാം തീർപ്പ് കൽപ്പിക്കും. മനുഷ്യനല്ലേ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതെ കർത്താവ് ഈ സകലവിധ പ്രശ്നങ്ങൾക്കകത്തും പരിഹാരത്തോടുകൂടി പരിഹാരം കണ്ടത് ദൈവത്തിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. കുടുംബങ്ങളുടെ കണ്ണുനീര് മാറിപ്പോകട്ടെ. കുടുംബ ജീവിതത്തിലെ എല്ലാ ചിന്ന ഭിന്നമായ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ഈ ലോകത്തിൻ്റെതായ കർത്താവ് ഇഷ്ടങ്ങൾക്കകത്ത് അകപ്പെട്ട് മൊബൈലിലൂടെ വിവിധ ചാറ്റിങ്ങിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ബന്ധം പുലർത്തി മറ്റുള്ളവരുമായി കർത്താവ് സംസർഗം പുലർത്തി അത് പിരിയാൻ വയ്യാത്ത ബന്ധത്തിലെത്തു എത്തി പിന്നീട് കർത്താവ് തകരുന്ന അനുഭവങ്ങൾ, അത് ഒന്നിൽ ആത്മഹത്യ അല്ലെങ്കിൽ അത് കുലപാതകത്തിലേക്ക് പോകുന്ന അനുഭവം ഞങ്ങളുടെ ദേശത്ത് പെരുകുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി കർത്താവ് ലോക രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ കുടുംബങ്ങളും രക്ഷയ്ക്കും വിടുതലുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങളെല്ലാം യഥാസ്ഥാനപ്പെടുവാൻ, ഈ ലോക സുഖത്തിന് വേണ്ടി, ഈ ലോക ജീവിതത്തിൽ ഒരു കുടുംബവും തകർന്നു പോകാതെ എല്ലാ കുടുംബങ്ങളും ദൈവസേനയ്ക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി ജീവിക്കുന്നവരും കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാ ദിവസങ്ങളും ദൈവസേനയിലേക്ക് മടങ്ങി വരുവാൻ, പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസേനയ്ക്ക് മടങ്ങി വരുവാൻ സകല കുടുംബങ്ങളെ ഒരുക്കണമേ. പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ, പിശാചിൻ്റെ കുടുംബത്തിൻ്റെ അകപ്പെട്ട്, പിശാചിൻ്റെ ആലോചന അകപ്പെട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മലിനതകൾക്കകപ്പെട്ട് കുടുംബങ്ങൾ തകർന്നു പോകാതെ കുടുംബങ്ങൾക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ, സഭയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മേഖലയിൽ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. സകല മേഖലയിൽ വിശുദ്ധീകരണം കർത്താവിൽ നടക്കണം. കേരളത്തെ, ഭാരതത്തെ, ലോക രാജ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കോടിയധികം വരുന്ന ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽ പ്രാർത്ഥവർ കർത്താവി അവരെ ഓർത്ത് പ്രാർത്ഥി സകല കുടുംബങ്ങളിൽ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിരാശയുടെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിൽ കടന്നു പോകുന്നവരുണ്ട്, ജീവിത ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ വിടുവിക്കണം. അധ്വാനിക്കുന്ന പണം മുഴുവൻ കൊണ്ടുവന്ന്, അധ്വാനിക്കുന്ന സമ്പാദ്യം മുഴുവൻ കർത്താവി ചൂതാട്ട കേന്ദ്രങ്ങളിൽ കൊടുത്ത്, മദ്യഷാപ്പിലും ബാറുകളും ബീവറേജിനും കൊടുത്ത് കുടുംബത്തിനകത്ത് കടന്നു ചെയ്ത പ്രശ്നം സൃഷ്ടിക്കുന്ന, കുടുംബത്തിനകത്ത് കലക്കം സൃഷ്ടിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഈ സഹോദരന്മാർ തിരിച്ചറിയുവാൻ, മദ്യത്തിൽ നിന്ന് മയക്കു ലഹരി പദാർത്ഥം കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട് ദൈവത്തിന്റെ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തോട് ചേർന്നുള്ള പ്രാർത്ഥന ജീവിതമുള്ളവരായി മാറുവാൻ, അങ്ങനെ കുടുംബം കർത്താവ് ഒരു പ്രശംസ വിഷയമായി മാറുക, കുടുംബം യഥാസ്ഥാനപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല കുടുംബങ്ങളിൽ വീണ്ടും വ്യാപരിക്കുന്ന ശാപത്തിൻ്റെ കെട്ടുകൾ മാറിപ്പോകട്ടെ, ദുരാത്മാവിൻ്റെ കെട്ടുകൾ മാറിപ്പോട്ട് കുടുംബങ്ങളെ ഛിന്ന ഭിന്നമായി മാറ്റുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഈ കുടുംബങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല കുടുംബത്തെയും ഈ ഭൂമിയിലുള്ള സകല കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോവാൻ അനുവദിക്കരുത്. പ്രാർത്ഥനയ്ക്ക് മടങ്ങിവരുടെ ദൈവസ്നേഹം കൊണ്ട് നിറയണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.